നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസം വെറും 108 തവണ ഒരു മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? 108 എന്ന സംഖ്യയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ്? ഇത് വെറുമൊരു ആചാരമാണോ, അതോ ഈ ആത്മീയ അഭ്യാസത്തിന് പിന്നിൽ ആഴമുള്ള അർത്ഥം വല്ലതുമുണ്ടോ? ഈ അധ്യായത്തിൽ നമുക്ക് 108 എന്ന സംഖ്യയുടെ മഹത്വങ്ങൾ പരിശോധിക്കാം. അവസാനം വരെ കാണുക. ഹൈന്ദവ പാരമ്പര്യത്തിൽ 108 എന്ന സംഖ്യയെ ഒരു പുണ്യസംഖ്യയായി കാണുന്നു. ജപമാലകളിൽ സാധാരണയായി 108 മണികളാണ് ഉള്ളത്. മിക്കവാറും മന്ത്രങ്ങളും 108 തവണ ജപിക്കാൻ ശുപാർശ ചെയ്യപ്പെടുന്നു. ഇത് മനസ്സിനെ ഏകാഗ്രമാക്കാനും സ്ഥിരമായ ആത്മീയ അഭ്യാസം വളർത്താനും സഹായിക്കുന്ന ഒരു പരമ്പരാഗത രീതിയാണ്. ജിജ്ഞാസുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 108 തവണ മാത്രം ജപിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? 100 പോരെ? അല്ലെങ്കിൽ 150 ആയാൽ അതിലും നല്ലതല്ലേ? എന്താണ് ഇതിന് കാരണം? അതുപോലെ നോക്കിയാൽ 108 നാമാവലികൾ: ശ്രീ മഹാവിഷ്ണു അഷ്ടോത്തര ശത നാമാവലി, ശ്രീ ശിവ അഷ്ടോത്തര ശത നാമാവലി, ശ്രീ മഹാലക്ഷ്മി അഷ്ടോത്തര ശത നാമാവലി, ശ്രീ ഗണപതി അഷ്ടോത്തര ശത നാമാവലി, ശ്രീ ഹനുമാൻ അഷ്ടോത്തര ശത നാമാവലി എന്നിങ്ങനെ അല്ലേ? സനാതന ധർമ്മത്തിൽ 108 എന്നത് ഒരു സാധാരണ സംഖ്യയല്ല. അത് പൂർണ്ണമായും ദൈവികതയുടെയും ആത്മീയ സമർപ്പണത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് 108 ഇത്ര പവിത്ര സംഖ്യയായത്? ജപമാലയിൽ 108 മണികളാണ് ഉള്ളത്. ഇതിനുള്ള പ്രധാന കാരണം ആദ്യം പറയാം. മനുഷ്യൻ ഒരു മിനിറ്റിൽ 15 പ്രാവശ്യം ശ്വാസമെടുക്കുന്നു. അപ്പോൾ ഒരു മണിക്കൂറിൽ 900 പ്രാവശ്യം ശ്വാസമെടുക്കും. അങ്ങനെ 12 മണിക്കൂറിൽ 10,800 തവണ ശ്വാസോച്ഛ്വാസമെടുക്കും. ഒരു ദിവസത്തിൽ പകുതി രാത്രിയായും പകുതി പകലുമായി കണക്കാക്കുന്നു. ഇതിൽ 12 മണിക്കൂർ കർമ്മങ്ങൾക്കായി മാറ്റിവെക്കുന്നു. ബാക്കി 12 മണിക്കൂർ ഭഗവാനെ സ്മരിക്കാൻ. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും 12 മണിക്കൂർ കൊണ്ട് 10,800 പ്രാവശ്യം ഭഗവാനെ സ്മരിക്കാനാകും, അല്ലെങ്കിൽ മന്ത്രജപത്തിന് സാധിക്കും. എന്നാൽ ഇത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ 108 തവണ ജപിക്കാനായി പറയുന്നത്. 108 തവണ മന്ത്രങ്ങൾ ജപിച്ചാൽ മനസ്സിന് കൂടുതൽ ശാന്തത അനുഭവപ്പെടും, ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിക്കും, സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയാൻ സഹായകമാകും, ദൈവസ്മരണയും ഭക്തിയും ശക്തമാകും, ക്രമാശീലവും ആത്മനിയന്ത്രണവും വളരാൻ സഹായിക്കും. ഇവയെല്ലാം വ്യക്തിയുടെ വിശ്വാസം, സ്ഥിരത, ജീവിതശൈലി എന്നിവയെ ആശ്രയിച്ചു കൂടിയിരിക്കും എന്നതും ഓർക്കുക. 108 എന്ന സംഖ്യ ഹൈന്ദവർക്ക് മാത്രമല്ല, ബുദ്ധ, ജൈന പാരമ്പര്യങ്ങളിലും വിശുദ്ധ സംഖ്യയായി കണക്കാക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ആത്മീയ വ്യാഖ്യാനങ്ങളും പരമ്പരാഗത വിശ്വാസങ്ങളും നിലവിലുണ്ട്. അതിൽ ചിലത് അത്ഭുതമുളവാക്കുന്നവയാണ്. ചിലത് പറയാം. ഭൂമിയുടെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് സൂര്യൻ്റെ ഏകദേശ വ്യാസം. സൂര്യൻ്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ ദൂരം. അതുപോലെ ചന്ദ്രന്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് ഭൂമിയും ചന്ദ്രനുമായുള്ള ഏകദേശ ദൂരം. മഹാദേവൻ സന്തോഷവാനായിരിക്കുമ്പോഴും ദേഷ്യത്തിലായിരിക്കുമ്പോഴും ചെയ്യുന്ന താണ്ഡവ നൃത്തത്തിൽ 108 മുദ്രകളാണ് ഉള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന് 108 ഗോപികമാരുണ്ടായിരുന്നു. വൃന്ദാവനത്തിൽ ഒരു പൗർണമി നാൾ മുതൽ രാസലീല കൊണ്ടാടുമ്പോൾ ഭഗവാനോടൊപ്പം ഗോപികമാർ 108 പേരുണ്ടായിരുന്നു. ഭഗവാന് അവരോടെല്ലാവരോടൊപ്പം ഉണ്ടാകാനായി 108 രൂപങ്ങളായി മാറിയിരുന്നു. 6 മാസം വരെ ഉണ്ടായിരുന്ന ഈ രാസലീലയിൽ പങ്കെടുക്കാനായി മഹാദേവനും ഉപസ്ഥിതനായിരുന്നു. സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളാണ്. അതിൽ 3ാമത്തേതാണ് ഭൂമി. ജ്യോതിഷപ്രകാരം 12 രാശികളാണ്. നമ്മുടെ ഗ്രഹനില തയ്യാറാക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം രാശിയിൽ പല രീതിയിൽ നിലകൊള്ളുന്നു. ഇതുപോലെ 12 രാശികളിലും
എല്ലാ ഗ്രഹങ്ങളും 108 പ്രകാരത്തിൽ നിലകൊള്ളാം. സംസ്കൃത ഭാഷയിൽ 54 അക്ഷരങ്ങളാണുള്ളത്. ഇതിൽ 54 പുരുഷലിംഗവും 54 സ്ത്രീലിംഗവുമായി ഭാഗിച്ചിരിക്കുന്നു. മനുഷ്യനുള്ള മാനസിക ഭാവനകളും 108 എണ്ണമാണ്. 36 ഭാവനകൾ നമ്മുടെ ഭൂതകാലത്തെ സംബന്ധിച്ചതും 36 ഭാവനകൾ നമ്മുടെ വർത്തമാനകാലത്തെ സംബന്ധിച്ചതും 36 എണ്ണം ഭാവി കാലത്തെ സംബന്ധിച്ചതുമാവുന്നു. ഈ 108 മാനസിക ഭാവനകളെ ജാഗ്രതമാക്കിയാണ് ത്രികാലങ്ങളെയും ദർശിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ 108 പവർ പോയിന്റ് അഥവാ മർമ്മ ബിന്ദുക്കളുണ്ട്. ശക്തിപീഠങ്ങൾ 108 എണ്ണമുണ്ട്. പാലാഴി കടയുമ്പോൾ 54 ദേവന്മാരും 54 അസുരന്മാരും പങ്കെടുത്തിരുന്നു. വളരെ ശക്തമായ ശ്രീചക്ര യന്ത്രം 54 ബിന്ദുക്കളിൽ വിഭജിച്ചിരിക്കുന്നു. ഓരോന്നിലും 54 പുരുഷലിംഗ ഗുണങ്ങളും 54 സ്ത്രീലിംഗ ഗുണങ്ങളുമുണ്ട്. ജ്യോതിഷപ്രകാരം 12 രാശികളും 9 ഗ്രഹങ്ങളുമുണ്ട്. അവയുടെ ഗുണനഫലവും 108 ആണ്. പുണ്യപുരുഷനായ ഭരതൻ എഴുതിയ നാട്യശാസ്ത്രത്തിൽ 108 കർണങ്ങളുണ്ട്. അതായത് കൈകളുടെയും കാലുകളുടെയും ചലനങ്ങൾ. 108 ഉപനിഷത്തുക്കൾ. മനുഷ്യനിൽ 108 ഭൗതിക ആഗ്രഹങ്ങളുണ്ട്. മനുഷ്യൻ 108 നുണ പറയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 108 തരത്തിലുള്ള അജ്ഞത അഥവാ മനുഷ്യ മിഥ്യാധാരണകളുണ്ട്. ഒരു ദിവസം 108 തവണ മാത്രം ശ്വസിച്ചാൽ കഴിയുന്നത്ര ശാന്തത പാലിച്ചാൽ ഒരാൾക്ക് ജ്ഞാനോദയം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുണ്യനദിയായ ഗംഗാനദി പോലും 12 ഡിഗ്രി രേഖാംശത്തിലും 9 അക്ഷാംശത്തിലും വ്യാപിച്ച് കിടക്കുന്നു. എന്നുവേണ്ട അനേകം പ്രാധാന്യങ്ങളും മഹത്വങ്ങളുമുണ്ട് ഈ 108 എന്ന സംഖ്യയ്ക്ക്. 108 എന്ന സംഖ്യയുടെ പ്രാധാന്യം ആത്മീയ പാരമ്പര്യങ്ങൾ, ജ്യോതിഷപരമായ പ്രതീകങ്ങൾ, ആരാധന രീതികൾ എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ചില വിശദീകരണങ്ങൾ ചരിത്രപരമായും മതപരമായും സ്ഥാപിതമായതാണ്. ചിലത് പരമ്പരാഗതവും പ്രതീകാത്മകവുമായ വ്യാഖ്യാനങ്ങളുമാണ്. 1 എന്നത് പരമാത്മാവ് അഥവാ ഏക സത്യം. 0 എന്നത് ശൂന്യം അഥവാ അഹങ്കാരത്തിൻ്റെ ലയം. 8 എന്നത് ഇൻഫിനിറ്റി, അളക്കാനാകാത്തത്, അനന്തത അല്ലെങ്കിൽ ആത്മീയ വികാസം. പ്രിയരെ, 108 എന്നത് ദൈവികത, പൂർണ്ണത, ഭക്തി, ധ്യാനം, പ്രപഞ്ച സമഗ്രത എന്നിവയുടെ പ്രതീകമായി സനാതന ധർമ്മത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു വിശുദ്ധ സംഖ്യയാണ്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.